Hi everyone, welcome back to my channel. Today I'm going to show you my sweet home tour. Okay, come, let's go. So this is the entrance, our main gate. അങ്ങനെ അകത്തോട്ട് വരുമ്പോൾ നമുക്കൊരു പേരമരമുണ്ട്. കുറേ പേരൊക്കെ ഉണ്ട്, കണ്ടോ, എല്ലാം കവർ ചെയ്തിട്ടിരിക്കുക. നമ്മുടെ പക്ഷികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടണമല്ലോ കുറച്ചെങ്കിലും. കുറച്ചൊക്കെ അവർക്ക് കൊടുക്കും, കുറച്ച് നമ്മൾ വിൽക്കും. സോ ഗൈസ്, ദിസ് ഈസ് എ ഗോവ ട്രീ, യു നോ ഓൾറെഡി. ആൻഡ് ദിസ് ഈസ് അവർ ഹൗസ്. ആക്ച്വലി ദിസ് ഹൗസ് ഈസ് വെരി ഓൾഡ്. ഒത്തിരി പഴയ 2008 നമ്മൾ തുടങ്ങിയത്. എന്നുവെച്ചാൽ എപ്പോഴായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്? ഏത് ഇയർ ആയിരുന്നു? 2011, റൈറ്റ്? 2011 ഞങ്ങളുടെ ഹൗസ് വാമിങ്. സോ കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഓക്കെയാണ്. പക്ഷേ നമ്മൾ പ്രവാസികളായ നമ്മൾ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും എല്ലാവരും നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് അതൊക്കെ കുറേ മെയിൻറ്റെയിൻ ചെയ്തിരിപ്പുണ്ട് കേട്ടോ. ഇത് നല്ല റെയിനി ഡേ ആണ്. രാവിലെ നല്ലൊരു മഴ പെയ്തു. ഐ തിങ്ക് വി വിൽ ഗെറ്റ് അനദർ റെയിൻ ബിക്കോസ് ഇറ്റ്സ് സോ ക്ലൗഡി. നല്ല മഴയാണ്. സൂപ്പർ റെയിൻ, ഹെവി റെയിൻ. Monsoon time in Kerala. So we are getting every day, almost every day we are getting heavy rain. ഇത് നമ്മുടെ ലിവിങ് റൂം. ഇത് ക്രീം ആൻഡ് ബ്രൗൺ, ക്രീം ആൻഡ് ചോക്ലേറ്റ് തീം. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. So next is dining room. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്ന മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം ഇതാണ്. ഇത് വേറൊരു ബെഡ്റൂം. ഇത് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു റൂമാണ്. പിന്നെ നമ്മുടെ ഒരു ഓൾഡ് ഫാഷനാണ് കേട്ടോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല. നമ്മളിപ്പോൾ അപ്സ്റ്റെയറിലോട്ട് വന്നു. അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂം. പിന്നെ ഇതിൻ്റെ തന്നെ അടുത്തായിട്ട്
അടുത്ത ഒരു ബെഡ്റൂമുണ്ട്. ഇതാണ് നെക്സ്റ്റ് വൺ. ശരിക്കൊന്നും ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ വെക്കേഷൻ വരുമ്പോൾ നമുക്ക് അധികം സമയം കിട്ടാറില്ല. എന്നാലും മാക്സിമം ഞാൻ അറേഞ്ച് ചെയ്തിട്ട് എടുത്ത വീഡിയോയാണ്. ദിസ് ഗ്രാൻഡ്പാസ് ക്ലോക്ക്. Next is our kitchen, black and white theme. ഇത് നമ്മുടെ കിച്ചൻ്റെ അടുത്തുള്ള വർക്ക് ഏരിയ. നമ്മുടെ വിറകടുപ്പ് അങ്ങനെ കുക്കിങ്ങൊക്കെ അവിടെ നടക്കും ആവശ്യമുള്ളപ്പോൾ. പിന്നെ വാഷിംഗ് ഏരിയ. പിന്നെ ഇവിടുന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കിച്ചൻ്റെ ഇത് പുറത്തോട്ടുള്ള ഇതാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ റൂമുണ്ട് പുറത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചില ഐറ്റംസൊക്കെ വെക്കുന്നത്. വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുക. ഇനി നമുക്ക് അപ്സ്റ്റേഴ്സിലോട്ട് പോകാം. അപ്സ്റ്റേഴ്സിൽ നമുക്ക് 2 ബെഡ്റൂം, ഒരു ലിവിങ് റൂമുണ്ട്. അതാണ് നമുക്ക് അവിടെ ഉള്ളത്. പിന്നെ അതിനോട് ചേർന്ന് നമുക്കൊരു ടെറസും ഉണ്ട്. ടെറസ് നമുക്ക് അവിടെ മഴയൊക്കെ ഉള്ളപ്പം ക്ലോത്ത്സൊക്കെ ഉണങ്ങാൻ നല്ല സൗകര്യമുണ്ട്. സോ അടുത്തത് നമ്മുടെ ഒരു കവേർഡ് ടെറസാണ്. ഇത് വെരി യൂസ്ഫുൾ ഏരിയ. നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഡ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ. ഇപ്പം എല്ലാ വീടുകളിലും ഉള്ള ഒരു സംഭവമല്ലേ ഇത്. സോ അതാണ് ഈ ഏരിയ. ഇത് നമ്മുടെ ക്യാമറ ലേഡി ഡൂയിങ് ദ വീഡിയോ. നമുക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് യൂസ് ചെയ്യാത്ത സാധനങ്ങൾ നമുക്കില്ല. ഇത് നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ടുണ്ട്. നമ്മളിതുവരെ അത് നോട്ട് ഡൺ എനിത്തിങ് ഹിയർ. Maybe I will do something here, some arrangements. So this is a view from upstairs. നമുക്ക് താഴെയൊക്കെ കാണാം. ഇവിടെ നിന്നാൽ കുറേ കാട് ആയിട്ടുണ്ട്. ആക്ച്വലി മരങ്ങളൊക്കെ ഒത്തിരി വലുതായിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും കട്ട് ചെയ്ത് നിർത്തണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.